മനസ്സിലായോ? വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്ന് നിങ്ങൾ നേരിട്ട് കണ്ടോ, നിങ്ങളെ കൂട്ടുകാരനോ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബത്തിലൊരു അംഗമോ എവിടെയെങ്കിലും ടൂർ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബീച്ചിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോകുന്ന സമയത്തോ സീതാർ കൊണ്ടുപോലുള്ള സ്ഥലങ്ങളിൽ പോയി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആരാണോ ലൈവായിട്ട് കാണുന്നത്, വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന ആളെ നേരിട്ട് കാണുന്ന ആൾക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയൂ. ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ NDRFനോ നേവിക്കോ ഒന്നും തന്നെ ഒരാൾ വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാൽ വന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവരുടെ ബോഡി എടുക്കാൻ മാത്രമേ പറ്റൂ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ചിറ്റൂർ പുഴയില് ആളുകള് അവിടെ കുടുങ്ങി നിന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അവര് തെന്നി വീണതാണെങ്കിൽ ഈ ആളുകളെല്ലാം മരിച്ചിട്ടുണ്ടാവും. നമുക്ക് അവിടെ പാറക്കെട്ടില് ഒരു തുരുത്തിനകത്ത് അവർ കയറി അവിടെ നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ 8ഓളം ആളുകളുടെ സീതാർ കുണ്ടിലൊരാളെയും ഇവിടെ നിന്ന് ഒരു കുടുംബത്തിലെ 4 പേരും 3 കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ്? അവരവിടെ നിൽക്കാൻ അവർക്ക് പറ്റി. അവർ ഒഴുകിപ്പോയതാണെങ്കിൽ 3 മിനിറ്റിനകം അവർ അൺകോൺഷ്യസ് ആകും. അടുത്ത 6 മുതൽ 9 മിനിറ്റിൽ അവർ മരിച്ചു പോകും. ഇത് ശുദ്ധജലത്തിലാണ്. കടൽ വെള്ളത്തിലാണെങ്കിൽ 4 മുതൽ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകും. മനസ്സിലായോ? കാരണം ഉപ്പ് വെള്ളം നമ്മുടെ ശരീരത്തിൽ ലെൻസിനകത്ത് കയറി കഴിഞ്ഞാൽ ശുദ്ധജലത്തിൽ നിൽക്കുന്നതിനേക്കാളും വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് വെള്ളത്തിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരാൾ വീണ് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്താം, അതിന് 7 ടെക്നിക്ക് ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നേരിട്ട് ചെന്ന് ആളെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത്. ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി നേരിട്ട് ചെന്ന് ആ ആളെ പിടിച്ചു കയറ്റുക അല്ലെങ്കിൽ നീന്തിപ്പോയി അയാളെ കരയ്ക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ്. ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടാൽ എടുത്ത് ചാടരുത്. ചില കൂട്ടുകാരി അല്ലെങ്കിൽ വീട്ടുകാരാണ് ആരാണെങ്കിലും ഒരു കുടുംബത്തിൽ തന്നെ 4ഉം 5ഉം ആളുകൾ മുങ്ങി മരിച്ച സംഭവങ്ങളുണ്ട്. ആദ്യം ഒരാൾ വീഴും, അവനെ രക്ഷപ്പെടുത്താൻ അടുത്ത ആളിറങ്ങും, അവര് മുങ്ങി മരിക്കും, 3ാമത് ആളിറങ്ങും, 4ാമത് ആളിറങ്ങും, അങ്ങനെ എല്ലാവരും മുങ്ങി മരിക്കുന്ന സാഹചര്യം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം മാത്രമേ നമ്മൾ നേരിട്ട് പോകാൻ പറ്റൂ. ആദ്യത്തെ എല്ലാ ഓപ്ഷനും ഫെയിലിയർ ആകുമ്പോൾ മാത്രമേ നമ്മൾ നേരിട്ട് പോയി ഇറങ്ങി അയാളെ രക്ഷപ്പെടുത്താൻ വെള്ളത്തിൽ ഇറങ്ങാൻ പാടൂ. ആദ്യം എന്ത് ചെയ്യണം? ഷൗട്ട് ചെയ്യണം, ഉറക്കെ നിലവിളിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അലേർട്ട് ചെയ്യണം. അലേർട്ട് ചെയ്യുന്ന വെച്ചാൽ സിഗ്നൽസ് നമ്മൾ കയ്യോ കാലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉറക്കെ വിളിച്ചോ കേൾക്കുന്നില്ല, അപ്പൊ കയ്യോ കാലോ നമ്മുടെ വസ്ത്രമോ എന്തെങ്കിലും നമ്മൾ മുകളിലോട്ട് ചുഴറ്റി കാണിച്ച ആളുകളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്ന ആൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം? അലേർട്ട് ചെയ്യിപ്പിക്കുക. എന്നതിന് ശേഷം മുങ്ങിക്കിടക്കുന്ന ആളെ പിന്നെ നമ്മൾ കുളത്തിലാണ് അല്ലെങ്കിൽ ഒരു പടവില് 2 പടവ് അപ്പുറത്താണ്, ഒരു കാരണവശാലും എടുത്ത് ചാടരുത്. നമ്മൾക്കൊരു കൈ അകലത്തിലാണെങ്കിൽ നമ്മൾ കൈ നീട്ട റീച്ച് എന്ന് പറയും. എന്താണ് റീച്ച്? ആ റീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വടിയെടുത്ത് നീട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സാരിന്റെ തുമ്പെടുത്ത് നീട്ടിക്കൊടുക്കാം, ഒരു തോർത്തിന്റെ മുണ്ടെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, ഒരു വള്ളിപ്പടർപ്പെടുത്ത് ഇട്ട് കൊടുക്കാം. മനസ്സിലായോ? വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ആളിനെ നേരെ എടുത്ത് ചാടരുത്. നമ്മൾ എന്ത് റീച്ച് ചെയ്യാം, എത്തിപ്പിടിക്കാൻ പാകത്തിൽ ഒരു വസ്തു നീട്ടിക്കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? എത്തിപ്പിടിക്കാൻ പാകത്തിൽ ഒരു വടി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ വടി അങ്ങോട്ട് നീട്ടി കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വള്ളിപ്പടർപ്പ് കിട്ടി, ഒരു കയറ് കിട്ടി, അല്ലെങ്കിൽ അവിടെ കുളിക്കുന്ന ഒരു കുളമാണ്, ആ കുളത്തിന് തൊട്ടടുത്ത കടവിൽ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു ചേട്ടനോ കുളിക്കുന്നില്ല, അവരുടെ ഒരു സാരിയോ ഒരു ലുങ്കിയോ എടുത്ത് അങ്ങോട്ട് നീട്ടി ഇട്ട് കൊടുക്കുക. അപ്പൊ അതിനകത്ത് പിടിച്ച് വലിച്ച് കയറ്റുക. അതാണ് റീച്ച് എന്ന് പറയുന്ന മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ത്രോ എന്ന് പറയും, എറിഞ്ഞു കൊടുക്കുക. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് ഡിവൈസ്. ആ സാധനങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഇംപ്രൂവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസ് ആണ്. ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ്, ബോട്ടിൽ ജാക്കറ്റ്, ക്യാനുകൾ ഉപയോഗിച്ചിട്ട് ഒരു 4 തേങ്ങയുണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താം. മുങ്ങിത്താഴ്ന്ന ആളുടെ അടുത്തേക്ക് ഒരു 4 തേങ്ങ ഒരു തോർത്തിൽ കെട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അയാൾക്ക് സെൽഫായിട്ട് വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ കഴിയും. മനസ്സിലായോ?